ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോ ഇന്ന് നമ്മളുടെ പബ്ലിക് എക്സാമിന്റെ ചൂടിലായിരിക്കും എല്ലാവരും. എനിക്കറിയാം ഇന്ന് നമ്മുടെ 9ാം ക്ലാസ്സുകാരുടെ മലയാളം കേരള പാഠാവലി, മലയാളം ഫസ്റ്റ് ആട്ടോ കഴിഞ്ഞത്. അപ്പോ ഇതാണ് നിങ്ങളുടെ പേപ്പർ. ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കോ. ഇത് തന്നെയല്ലേ നിങ്ങളുടെ പേപ്പർ എന്ന് സൂക്ഷിച്ചു നോക്കാം. അപ്പൊ വലിയ പ്രശ്നമില്ലാത്ത ഒരു പേപ്പർ ആയിരുന്നു കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുള്ള ഒരു വ്യക്തി, ആ ഒരു വ്യക്തി പാഠഭാഗത്തിനോട് നല്ല രീതിയിൽ പരിചയമുള്ള ഒരു കുട്ടിക്കാണ് നല്ല രീതിയിൽ ആൻസർ എഴുതാൻ പറ്റുള്ളൂ. അങ്ങനത്തെ രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ ആയിട്ട് അവർ ഇട്ടിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ കൂടുതൽ അങ്ങനെ ആരും യൂട്യൂബിൽ ഇപ്പൊ ആൻസർ കീ ഒന്നും ഇട്ടിട്ടില്ല. അപ്പൊ എന്തായാലും ഒരു റിവ്യൂ പോലെ ഇങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു എക്സാം പേപ്പർ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ എക്സാമിലെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ഡി ദുഃഖമായിരുന്നു. വ്യതകളി ഉള്ളിലൊതുക്കിക്കൊണ്ട ഹൃദയശതങ്ങൾ തുടിക്കുമ്പോൾ തരിശു നിലങ്ങളിലേക്ക് വന്നിട്ടുള്ള പാഠത്തിൽ നിന്നായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് പഠിച്ചിട്ട് പോയവർക്കൊക്കെ നല്ലോണം മാർക്ക്, അതുപോലെ തന്നെ നല്ല സ്കോർ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ ചോദ്യം അതാണ് ശ്രദ്ധിക്കേണ്ടത്. എന്റെ ക്ലാസ്സിൽ ഞാനിപ്പോ ചോദിച്ചു എല്ലാവരോടും, എന്റെ സ്കൂളില് 9ാം ക്ലാസ്സിലെ കുട്ടികളോടൊക്കെ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പൊ അവര് പറഞ്ഞത് രണ്ടാമത്തെ മൂന്നാമത്തെ ഉത്തരം, ആ ഉത്തരങ്ങളാണ് കുറച്ചൊന്ന് കുഴപ്പിച്ചത്. അവരത് എഴുതിയിട്ടുണ്ട്, പക്ഷെ അതൊന്ന് കുഴപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ അധികം. അപ്പൊ ഞാൻ പറഞ്ഞു രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുമ്പോൾ സന്ധികൾ കണ്ടുപിടിക്കാനാണ്. ആ ചോദ്യങ്ങളുടെ ഉത്തരം അങ്ങനെയാണ് വരുന്നത്. അതില് ഒന്ന് അതുപോലെ ആദേശസന്ധി ഉണ്ട്, അതുപോലെ തന്നെ ദ്വിത്വസന്ധി ഒന്നിങ്ങനെ ആവർത്തിച്ച് ഇങ്ങനെ വരുന്നുണ്ട്, കൂട്ടി യോജിപ്പിക്കുമ്പോൾ വരുന്നുണ്ട് അല്ലെ, അങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കുറച്ചിങ്ങനെ വിശദീകരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ 2ഉം 3ഉം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, ആ ചോദ്യം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. 2ന്റെയും 3ന്റെ ഉത്തരം ഞാൻ പറയുന്നില്ല, കമന്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുന്ന ആ കുട്ടിന് കമന്റ് ഞാനൊന്ന് പിൻ ചെയ്തിടാം കേട്ടോ. നാലാമത്തെ ഉത്തരം എന്ന് പറയുമ്പോൾ അതിന്റെ ഓപ്ഷൻ എ ആയിരുന്നു. പിന്നെ 5 മുതൽ 7 വരെയുള്ള ചോദ്യങ്ങളാണ് 3 മാർക്കിന്റെ സ്കോറിലാണ് നേരെ കടന്നത്. 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ 2 മാർക്കിന്റെ സ്കോറിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ 3 മാർക്കിന്റെ ആയിട്ടാണ് വരുന്നത്. 3 മാർക്കിന്റെ എന്ന് പറയുമ്പോൾ 2 മാർക്കിന്റെതൊക്കെ 2 പാരാഗ്രാഫ് എഴുതാന്, 3 മാർക്കിന്റെ 3 പാരാഗ്രാഫ് അല്ല കേട്ടോ, ലൈൻസ് എഴുതാനായിട്ടാണ് പറയാറുള്ളത്. അധ്യാപകരായാലും എല്ലാവരും അങ്ങനെ പറയാറുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ചോദ്യങ്ങളിൽ അത്യാവശ്യമൊക്കെ വിശദീകരിച്ച് എഴുതാനുള്ളതുണ്ട്, അങ്ങനെയൊക്കെ എഴുതാനുള്ളതുണ്ട്. അപ്പൊ 3 മാർക്കിനുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ എഴുതേണ്ടതാണ് കേട്ടോ. പിന്നെ നിങ്ങള് ഓർ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ട് ടൈം അത്രയും കിട്ടിയ പ്രഗത്ഭരുണ്ടായിരിക്കും നമ്മുടെ കൂട്ടത്തില് 9ാം ക്ലാസ്സിൽ. അങ്ങനെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. എനിക്ക് തോന്നുന്നു അങ്ങനെ ടൈം കിട്ടാൻ ചാൻസ് കുറവാണ്. ഞാൻ ഓർ ക്വസ്റ്റ്യൻസ് ഒന്നും അറ്റൻഡ് ചെയ്തില്ല. കൃത്യമായിട്ടുള്ള ഉത്തരങ്ങളാണ് കൃത്യമായിട്ടുള്ള ചോദ്യങ്ങളാണ് അറ്റൻഡ് ചെയ്തത്. അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് തന്നിട്ടില്ലേ എ ഓർ ബി എ, അതില് കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ് എനിക്ക് സൂട്ടായിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ ഈസി ആയിട്ട് തോന്നുന്നത് അതാണ് ഞാൻ സെലക്ട് ചെയ്ത് എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ 8 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങൾ 5 മാർക്കിന്റെ ചോദ്യങ്ങളും പിന്നെ അവസാനത്തേത് 7 മാർക്കിന്റെ ചോദ്യമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോ 8 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങളില് 5 മാർക്കിന്റെ ചോദ്യങ്ങളാണ്, 20 മാർക്കിന്റെ സെക്ഷനാണ് അത് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്താൽ നല്ല സ്കോറും കിട്ടും. ഓക്കെ, നല്ല സ്കോർ കിട്ടുന്നത് അതൊക്കെ പാഠഭാഗത്തിനാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. എത്ര നന്നായിട്ട് പാഠങ്ങൾ വായിച്ചിട്ടുണ്ടോ അത്ര അടിപൊളിയായിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ആൻസർ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോ നിങ്ങൾ നല്ല രീതിയിൽ ഉത്തരങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ 11ാമത്തെ ഒരു ചോദ്യമുണ്ട്. 11ാമത്തെ ചോദ്യം എനിക്ക് തോന്നുന്നു ഇപ്പൊ പുതിയതായിട്ട് വന്നിട്ടുള്ള ചോദ്യമാണ്. കാരണം അത് സംഗ്രഹിച്ചെഴുതാ, ആശയം എഴുതാനാണ്. ഒരു ഖണ്ഡിക തന്നിട്ടുണ്ട്, ഒരു ബോക്സ്, ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ആ പാരഗ്രാഫിന് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് ജസ്റ്റ് നമ്മൾ അതിന്റെ ആശയം എഴുതി കൊടുത്തു കഴിഞ്ഞാല് അത്രയേ ഉള്ളൂ അതിന്റെ ഉത്തരം എന്ന് പറയുമ്പോ കേട്ടോ. അത് ഭയങ്കര ടഫായിട്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ, എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയിരുന്നില്ല. അപ്പൊ അതങ്ങനെ ആണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ 12ാമത്തെ ചോദ്യത്തിൽ 2 എണ്ണം ഉണ്ട്, അല്ലെങ്കിൽ ഓർ ക്വസ്റ്റ്യനും കൂടി തന്നിട്ടുണ്ട്. അതിൽ ആദ്യം തന്നിട്ടുണ്ടായിരുന്നത് പ്രഭാഷണം തയ്യാറാക്കാനും രണ്ടാമത്തത് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനുമാണ്. പ്രഭാഷണം തയ്യാറാക്കിയത് എന്ന് പറയുമ്പോൾ പ്രഭാഷണമാണ് ഞാൻ തയ്യാറാക്കിയത്. ആസ്വാദനക്കുറിപ്പ് വിട്ടു, കാരണം അത് പുറത്തുനിന്നാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ പുറത്തുനിന്ന് വന്നത് എഴുതാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരുണ്ട്. കാരണം പുറത്തുനിന്ന് എഴുതുമ്പോ അത് നമ്മുടെ പാഠഭാഗത്തില് നമുക്ക് ഇല്ലാത്തതും എഴുതി വെച്ചാലും പ്രശ്നമില്ലല്ലോ, പുറത്തത്തെ അല്ലേ, അങ്ങനെയാണ് അവരുടെ നിഗമനം. എനിക്ക് തോന്നുന്നു പ്രസംഗം അല്ലെങ്കിൽ പ്രഭാഷണം കേട്ടോ, പ്രഭാഷണം വലിയ കുഴപ്പമില്ലാതെ എഴുതാൻ പറ്റി. ഒരു 2 പേജോളം എഴുതാൻ പറ്റി, 7 മാർക്കിൻ്റെതല്ലേ.
അപ്പോ വലിയ പ്രശ്നമില്ലാത്തൊരു പേപ്പർ ആയിരുന്നു. ഇനി അടുത്ത എക്സാം ഇംഗ്ലീഷ് ആണ്. നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ നിങ്ങൾ എക്സാം എഴുതാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇനി പ്രഡിക്ഷൻ വീഡിയോസ് ഒക്കെ ഇടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെലൈക്കൺ അമർത്തുക. ഇനി കൂടുതൽ വീഡിയോസ് വരും. അപ്പൊ ഇത്രയുള്ള നമ്മുടെ മലയാളം എക്സാം കേരള പാഠാവലിയുടെ പേപ്പർ റിവ്യൂ. അപ്പോ ബൈ ബൈ, ഇറ്റ്സ് ഫ്രീ ട്യൂബ്.